ഹലോ ഗായ്സ്, വെൽക്കം ടു കോപ്പറേറ്റീവ് സ്റ്റഡി ബഡി. CSCB പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് വന്നത് 25/3/25 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 30/4/25. ഓക്കെ, ജൂനിയർ ക്ലർക്ക് നോട്ടിഫിക്കേഷനാണ് ഈ പറയുന്നത്. അതിൻ്റെ കാറ്റഗറി നമ്പർ 8/2025. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്തേക്കുന്നത് തിരുവനന്തപുരത്തുള്ള വേക്കൻസി തുടങ്ങിയിട്ടാണ്. അതിൽ നിങ്ങൾക്കറിയാം 4 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ആ 4-ൽ ഭിന്നശേഷി വിഭാഗം അതുള്ള ഒരെണ്ണവും ജനറൽ കാറ്റഗറി 3 എണ്ണവും. ഓക്കെ, അതിൽ തന്നെ ബേസിക് പറഞ്ഞേക്കുന്നത് 17,360 സ്കെയിൽ പറഞ്ഞേക്കുന്നത്. അത് തൊട്ട് 44,650 വരെയാണ് സ്കെയിൽ. അതായത് ഈ 17,360 കൂടെ DA കൂട്ടും. DA കൂട്ടിയതിനു ശേഷം പിന്നെ HRAയും കൂടെ കൂട്ടും. ഓക്കെ, അവിടെ ആയിരിക്കും നിങ്ങളെ സ്കെയിൽ വരിക. എന്തായാലും 30-ന് മേളിൽ അടുപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി കുന്നത്തുകാല് വിളിച്ചിട്ടുണ്ട് 2 എണ്ണം. അതിൽ SC/SC ഒരെണ്ണവും ഭിന്നശേഷിയുടേത് ഒരെണ്ണവും അങ്ങനെയാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ ജനറൽ കൊടുത്തിട്ടില്ല. ഓക്കെ, അതേപോലെ എടവ സർവീസ് സഹകരണ ബാങ്ക് വിളിച്ചിട്ടുണ്ട് 4 വേക്കൻസി. അങ്ങനെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സംഘം അതിനകത്ത് വിളിച്ചിട്ടുണ്ട് 2 എണ്ണം. അത് ജനറൽ കാറ്റഗറിയാണ്. അതിൽ 18,300 ബേസിക് കേട്ടോ. അതിൽ ബേസിക് കൂടുതലുണ്ട്. അങ്ങനെ പിന്നെ കൊല്ലത്ത് കരീപ്ര വിളിച്ചിട്ടുണ്ട്. പിന്നെ മയ്യനാട് ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്കെയിൽ നല്ല കൂടുതലാണ്, 20,950 കേട്ടോ. അങ്ങനെ പിന്നെ ഉള്ളത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം. ഞാൻ ഇങ്ങനെ ചെയ്യുന്ന സ്ക്രോൾ ചെയ്ത് നിങ്ങൾ വായിച്ച് നോക്കിയത് കേട്ടോ. നിങ്ങൾ പോസ് ചെയ്ത് വായിച്ചാൽ മതി. പിന്നെ വാഴക്കുളം വിളിച്ചിട്ടുണ്ട്. പൂവപ്പടി അത് എറണാകുളത്താണ്. ചൊവ്വര, പിന്നെ പൊയ്യ തൃശ്ശൂർ, ചാവക്കാട് വിളിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളാനിക്കര തൃശ്ശൂരാണ്. വടക്കാഞ്ചേരി വിളിച്ചിട്ടുണ്ട്, അതും തൃശ്ശൂരാണ്. മറ്റം അതും തൃശ്ശൂർ. പിന്നെ പാലക്കാട് 2 എണ്ണം വിളിച്ചിട്ടുണ്ട്, പറളിയിൽ. പിന്നെ ആനങ്ങാടി പഞ്ചായത്ത് വനിതാ SC/ST ഇടതിൽ ഒരെണ്ണം വിളിച്ചിട്ടുണ്ട്. അത് പക്ഷേ ബേസിക് വളരെ കുറവാണ് കേട്ടോ. താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാം. പിന്നെ മണ്ണാർക്കാട് അത് പക്ഷേ ബേസിക് നല്ലതാണ്, 18,300 വിളിച്ചിട്ടുണ്ട്. പിന്നെ മൂലത്തറ വിളിച്ചിട്ടുണ്ട്, അത് പാലക്കാട് ജില്ലയാണ്. അതിൽ SC/ST ആണ് 1 വിളിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ പട്ടാമ്പി, പിന്നെ പാലക്കാട് തന്നെ. പാലക്കാട് കുറേ ഉണ്ടല്ലോ. പാലക്കാട് കുറേ വിളിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം വിളിച്ചിട്ടുണ്ട് 2 എണ്ണം. പിന്നെ മലപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. മലപ്പുറത്ത് SC/STയിലാണ് അരിയല്ലൂർ വിളിച്ചിട്ടുള്ളത്. പിന്നെ കുറുമ്പത്തൂർ വിളിച്ചിട്ടുണ്ട്, അതിന് 3 എണ്ണം ഉണ്ട്, അത് ജനറൽ കാറ്റഗറിയാണ്. ദെൻ കാലടിയിൽ വിളിച്ചിട്ടുണ്ട് മലപ്പുറത്ത്, അത് 1 വേക്കൻസിയേ ഉള്ളൂ. മഞ്ചേരിയിലുണ്ട്. മഞ്ചേരി SC/STയും ഭിന്നശേഷിയും മാത്രമേ ഉള്ളൂ കേട്ടോ, ജനറൽ കാണുന്നില്ല. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫിൻ്റെ 1 എണ്ണം വിളിച്ചത് ജനറൽ കാറ്റഗറിയാണ്, അത് ബേസിക് കുറവാണ് കേട്ടോ. പിന്നെ തിരൂർ റീജിയണൽ എംപ്ലോയീസ് സഹകരണ സംഘം അവിടത്തേക്ക് 4 ക്ലർക്കിനെ വിളിച്ചിട്ടുണ്ട്. റീജിയണൽ എംപ്ലോയീസിൻ്റെതും ഇതെനിക്കറിയാമെന്നുള്ളതാണ് കേട്ടോ. അത് കൊള്ളാം, ഞാനവിടെ പോയിട്ടുണ്ട്. പിന്നെ താനാളൂർ അവിടെ 3 എണ്ണം വിളിച്ചിട്ടുണ്ട്. അരീക്കോട് വിളിച്ചിട്ടുണ്ട് 4 എണ്ണം. ഓമശ്ശേരി വിളിച്ചിട്ടുണ്ട്. നരിക്കുനി വിളിച്ചിട്ടുണ്ട് കോഴിക്കോട്. പിന്നെ പന്നിയങ്കര അതും കോഴിക്കോടാണ്. അത് ജനറൽ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ, ജനറൽ ഒരെണ്ണേ ഉള്ളൂ. പിന്നെ തീക്കോടി അത് കോഴിക്കോട്, അത് 1 എണ്ണം വിളിച്ചിട്ടുണ്ട്, പക്ഷെ ബേസിക് കുറവാണ്. പിന്നെ കാലിക്കറ്റ് സിറ്റി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അവരുടെ ഭിന്നശേഷി മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പിന്നെ വടകര കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് വിളിച്ചിട്ടുണ്ട്, അതിൽ ജനറൽ 3 എണ്ണം ഉണ്ട്. പിന്നെ പുതുപ്പാടി സർവീസ് സഹകരണ ബാങ്കിൽ 4 എണ്ണം വിളിച്ചിട്ടുണ്ട്. കോമേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ജനറൽ 2 എണ്ണം ഉണ്ട്. ഓക്കെ, പിന്നെ കക്കട്ടിൽ സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട്, അതിൽ ജനറൽ 3 എണ്ണം ഉണ്ട്, SC/ST 1 എണ്ണം. ഓക്കെ, പിന്നെ താമരശ്ശേരി കോഴിക്കോട്, അതിനകത്ത് ജനറൽ 2 എണ്ണം ഉണ്ട്.
വടകര സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക്. ഈ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ എപ്പോഴും സ്കെയിൽ കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. എന്താ 19,250 ഉണ്ട്, അത് അപ്ലൈ ചെയ്യണേ. പിന്നെ വൈത്തേരിയിൽ, അത് വയനാടാണ്, അവിടെ 2 വേക്കൻസി ഉണ്ട്. പിന്നെ കണ്ണൂർ വേറെയും വിളിച്ചിട്ടുണ്ട്, വേങ്ങര വിളിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ പോസ് ചെയ്ത് വായിച്ച് നോക്കുക. ഓക്കെ, എല്ലാവരും അപ്ലൈ ചെയ്യണേ. ഡേറ്റിന് മുമ്പ്, ഡേറ്റ് വരെ കാത്തിരിക്കരുത്, നേരത്തെ അപ്ലൈ ചെയ്യണം. പിന്നെ ചൊവ്വ സഹകരണ റൂറൽ ബാങ്ക്, പിന്നെ കാസർഗോഡാണ് അടുത്തത്. SC/ST ഉള്ളൂ, ഭിന്നേഷ് ഒരെണ്ണം. നീലേശ്വരം അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, അവിടെ 2 ക്ലർക്കുണ്ട്. ഇത് സൊസൈറ്റി അല്ല, ബാങ്കാണ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ്. അത് RBIയുടെ കീഴിലുള്ള ബാങ്ക് ആയിരിക്കും, RBI ലൈസൻസോട് പ്രവർത്തിക്കുന്ന ബാങ്ക് ആയിരിക്കും. അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത് സൊസൈറ്റി കാറ്റഗറി വരും. പിന്നെ കാനറ ബാങ്ക് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരെണ്ണമുണ്ട്. പിന്നെ കാസർഗോഡ് ഇത്രയും വിളിച്ചിട്ടുണ്ട് കേട്ടോ. 18 തൊട്ട് 40 വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാം. പിന്നെ നമുക്കറിയാം നോർമലി കൊടുക്കുന്ന ഇളവുണ്ടല്ലോ, 3 വർഷം OBC കിട്ടുന്ന ഇളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വായിച്ചു നോക്കുക. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. എന്തായാലും എല്ലാവരും എക്സാം എഴുതുക. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് വരെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് 30/4/25 ആണ്. ഓക്കെ, താങ്ക് യു.